പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ഒരു പരീക്ഷക്കാലമാണ്. ഇനി അങ്ങോട്ട് എല്ലാ ക്ലാസ്സുകാരുടെയും പരീക്ഷകളുടെ കാലമാണ്. അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു പരീക്ഷണത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഈ പരീക്ഷക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നത്. ഒരു പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായി വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പഠിച്ചത് നന്നായി ഓർമ്മയിൽ വരണം, എങ്കിലേ പരീക്ഷ എഴുതാൻ സാധിക്കൂ. രണ്ടാമതായി നമ്മൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കൃത്യസമയത്തിനുള്ളിൽ പേപ്പറിൽ എഴുതി ഫലിപ്പിക്കുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പരീക്ഷാ വിജയത്തിന് അടിസ്ഥാനപരമായി വേണ്ട രണ്ട് കാര്യങ്ങൾ. ഈ രണ്ടുമുണ്ടെങ്കിൽ നമ്മൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് നേടുവാൻ സാധിക്കും, വിജയിക്കാൻ സാധിക്കും. ഇതിൽ ഓർമ്മ എങ്ങനെയാണ്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ രണ്ട് വിധത്തിലാണ് നമ്മുടെ ഓർമ്മയിൽ റെക്കോർഡ് ചെയ്യുക. ഒന്ന്, ഒരു ബ്ലോക്ക് മെമ്മറി എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മളൊരു പാഠം പഠിക്കുന്നു, അടുത്ത പാഠം പഠിക്കുമ്പോൾ ആ പാഠത്തിൻ്റെ മുകളിൽ, അടുത്ത പാഠം പഠിക്കുമ്പോൾ അതിനു മുകളിൽ, ഒന്നിനു മുകളിലായി ബ്ലോക്കുകളായി പുസ്തകം അട്ടിവെച്ച പോലെ വിവരങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. ഈ മെമ്മറിക്ക് ഒരു ദോഷമുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലുള്ള സാധനം മാത്രമേ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കൂ. താഴെയുള്ളത്, നടുവിലുള്ളത് അതൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. രണ്ടാമതുള്ള ഒരു മെമ്മറി, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തലച്ചോറിൽ റെക്കോർഡ് ചെയ്യുന്നത് ചെയിൻ മെമ്മറിയാണ്. ഒരു ചങ്ങലയിലെ കണ്ണികളെപ്പോലെ, അതല്ല എങ്കിൽ ഒരു മാലയിലെ മണികളെപ്പോലെ. അതിൻ്റെ പ്രത്യേകത, അത് ഏത് കണ്ണിയും ഏത് മാലമണിയും പുറത്തേക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നതാണ്. പരീക്ഷയെ വിജയിക്കാൻ വേണ്ടത് ഈ ചെയിൻ മെമ്മറിയാണ്. ഈ ചെയിൻ മെമ്മറിയാക്കി മാറ്റിയാൽ നമ്മൾ പഠിച്ച് ബ്ലോക്കുകളാക്കി തലയിൽ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയിൻ മെമ്മറിയാക്കി മാറ്റിയാൽ മാത്രമേ പരീക്ഷയിൽ വിജയം നേടാൻ സാധിക്കൂ. ഈ പരീക്ഷയിൽ ചെയിൻ മെമ്മറിയാക്കി മാറ്റണം. പഠിച്ച കാര്യങ്ങൾ, ബ്ലോക്ക് മെമ്മറിയിലുള്ള കാര്യങ്ങൾ ചെയിൻ മെമ്മറിയാക്കി മാറ്റണം. അതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മൈൻഡ് മാപ്പിംഗ് എന്നാണ് പറയാം. മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് റിലാക്സായിട്ട് ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കണ്ണടച്ചിരുന്നിട്ട് അതിൻ്റെ ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തണം. അത് അങ്ങനെ മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ, ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൽ മായാതെ കിടക്കും. അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം ടീച്ച് അതേഴ്സ് എന്നാണ്. മറ്റുള്ളൊരാളെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ പഠിപ്പിക്കാൻ ആളെ കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുന്നത് പോലെ സ്വയം ഇങ്ങനെ പറഞ്ഞു നോക്കണം. അങ്ങനെ ആയാലും നമ്മുടെ മനസ്സിൽ അതൊരു മാപ്പായി, ഒരു ചിത്രമായി, നല്ലൊരു ഇമേജായി നമ്മുടെ മനസ്സിൽ പതിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് മാർഗങ്ങൾ വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ ചെയിൻ മെമ്മറിയാക്കി മാറ്റിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തത് മുഴുവൻ ബ്ലോക്കുകളായി, പുസ്തകങ്ങൾ അട്ടിവെച്ചതുപോലെ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ അട്ടിയായി കിടന്ന് അതിനിടയിലുള്ള സാധനങ്ങൾ നമ്മൾക്ക് പരീക്ഷയ്ക്ക് എഴുതുവാനും ഓർമ്മിച്ചെടുക്കുവാനും സാധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. ഇനി പരീക്ഷയുടെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് 80-20 പ്രിൻസിപ്പിൾ എന്നാ പറയാം. 80-20 തത്വം എന്നാണ്. എന്ന് വെച്ചാൽ 80% ചോദ്യങ്ങളും ചോദിക്കുന്നത് 20% പോർഷനിൽ നിന്നായിരിക്കും. എന്ന് വെച്ചാൽ മിക്കവാറും ചോദ്യങ്ങൾ മുഴുവൻ വരുന്നത് ഒരു 20% പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും.
അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാനുള്ളത് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു കഴിഞ്ഞാലും ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു 20% ഉണ്ടാവുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഒരു 80% ചോദിക്കുക. ഇത് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്നത്, ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം മറ്റുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങൾ വിട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു 20% ഭാഗങ്ങളിൽ നിന്നാണ് 80% ചോദ്യങ്ങളും ചോദിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു പ്രീവിയസ് ആയ ഇതിനു മുമ്പുള്ള ഒരു 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ സംഘടിപ്പിച്ച് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കണ്ട് അതിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കി അതിന് ഉത്തരം എഴുതി പഠിക്കണം. ചോദ്യങ്ങൾ ഒരു വർഷം ചോദിച്ച ചോദ്യം അതേപോലെ തന്നെ വീണ്ടും ചോദിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിറ്റത്തെ വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷം ചോദ്യങ്ങൾ രൂപം മാറ്റി ചോദിക്കും. ചോദ്യം അതേപോലെ ആവർത്തിക്കുകയില്ല, പക്ഷേ അതേ ചോദ്യം വേറെ രീതിയിൽ ആവർത്തിച്ച് ചോദിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കഥയുടെ റൈറ്റ് ദ തീം ഓഫ് ദ സ്റ്റോറി എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് പ്രിപ്പയർ എ റൈറ്റ് അപ്പോൺ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി എന്ന് ചോദിക്കുന്നതും. അതുതന്നെയാണ് എക്സ്പ്ലെയിൻ ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. എങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യം പ്രിപ്പയർ എ റൈറ്റ് അപ്പോൺ തീം ഓഫ് ദ സ്റ്റോറി എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ മെസ്സേജ് ചോദിക്കും, അതിൻ്റെ ടൈറ്റിൽ ജസ്റ്റിഫിക്കേഷൻ ചോദിക്കും, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ മെസ്സേജ് വിശദീകരിക്കാൻ ചോദിക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ മാറും, പക്ഷേ എഴുതാനുള്ള ഉത്തരം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു 5 വർഷത്തെ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും 80% ചോദ്യങ്ങളും ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 20% ഭാഗങ്ങളിൽ നിന്നാണ്. ആ 20% ഭാഗങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് പഠിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ 80% ചോദ്യങ്ങൾ ചോദിക്കുന്നത് 20% നിന്നായതുകൊണ്ട് ആ 20% പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പഠിക്കുന്നത് മുഴുവൻ എഴുതി പഠിക്കണമെന്നതാണ്. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, കുട്ടികൾക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ പോലും സമയത്തിന് എഴുതി തീർക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് വിവരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്ഥലമല്ല. ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് വെച്ചതുകൊണ്ടും പരീക്ഷയ്ക്ക് കാര്യമില്ല. മറിച്ച് നമ്മുടെ ഉള്ള വിവരങ്ങൾ ആ കൃത്യസമയത്തിനുള്ളിൽ പരീക്ഷ പേപ്പറിൽ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് പരീക്ഷ. അത് വളരെ പ്രധാനമാണ്. നമ്മൾക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, എല്ലാത്തിനെക്കുറിച്ച് വിവരമുണ്ട്, എന്തു ചോദിച്ചാലും പറയാൻ കഴിയും. പക്ഷേ പരീക്ഷ പേപ്പറിൽ നമ്മൾക്ക് അത് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെടും. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച്, എക്സാമിനേഷൻ സിസ്റ്റം അനുസരിച്ച് ആ കുട്ടിക്ക് പരീക്ഷ പേപ്പറിൽ വെള്ളപ്പേപ്പറിൽ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കുട്ടി തോറ്റുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതി പഠിക്കണം. എല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നന്നായിട്ട് പഴയ നോട്ട് ബുക്കുകൾ എടുത്ത് വെക്കണം, ന്യൂസ് പ്രിൻ്റ് പേപ്പറുകൾ എടുത്ത് വെക്കണം. ആ പേപ്പറുകളിൽ നമ്മൾ എഴുതി പഠിക്കണം. ഈ എഴുതി പഠിക്കുന്നതുകൊണ്ട് 2-3 ഉപകാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മൈൻഡ് മാപ്പിംഗ് സാധ്യമാകുമെന്നതാണ്. നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്ന കാര്യം നമ്മളൊരു പ്രാവശ്യം എഴുതിയാൽ അത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഇമേജ് ആയി നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടും, നമ്മുടെ മനസ്സിൽ അതൊരു ഇമേജായി രൂപപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യം ഒരു ചിത്രമായി, ആ പേപ്പർ, ആ എഴുതിയ ഭാഗങ്ങൾ, ആ രീതി, ആ വരികൾ, അതൊരു ചിത്രമായി നമ്മുടെ തലച്ചോറിലുണ്ടാവും. അത് നമുക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ വരും. അത് വളരെ വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കണം. പിന്നെ ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ ഒരു ഉപകാരം, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുന്നതാണ്. എഴുത്തിലെ വൃത്തി അത് വളരെ പ്രധാനമാണ്. എഴുത്ത് വളരെ വൃത്തിയുള്ളതാകും. രണ്ടാമത്, അക്ഷരത്തെറ്റുകളൊക്കെ ഒഴിവാകും.
ഒരു പ്രാവശ്യം എഴുതുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകൾ വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരും, ആളുകളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, എന്തെങ്കിലും പ്രത്യേക ടേമുകൾ, ഇതൊക്കെ എഴുതുമ്പോൾ വരുന്ന തെറ്റുകൾ പരിഹരിക്കാനും ആ തെറ്റുകൾ മാറ്റാനും നമുക്ക് എഴുതി പഠിക്കുമ്പോൾ സാധിക്കും. നമ്മൾക്ക് ഏതെങ്കിലും വലിയ ടേമുകളൊക്കെ എഴുതാനുണ്ടാവും. ആ വലിയ ടേമുകളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ വലിയ കഷ്ടമുള്ള വാക്കുകൾ എഴുതാനുണ്ടാവും. ആ കഷ്ടമുള്ള വാക്കുകളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾക്ക് തലച്ചോറിൽ ഓർമ്മയുണ്ട്, മനസ്സിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എഴുതുമ്പോൾ അതെങ്ങനെയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എഴുതി നോക്കുക തന്നെ വേണം. ആ എഴുതുമ്പോഴുള്ള തെറ്റുകൾ ഒരുപാട് കുട്ടികൾക്ക് മൈനസ് മാർക്കുകൾ വരുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എഴുതിയ തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒഴിവാൻ സാധിക്കും. മൂന്നാമത്തതുകൊണ്ടുള്ളൊരു ഉപകാരം നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് വർദ്ധിക്കും, റൈറ്റിംഗ് സ്കില്ല് വർദ്ധിക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ഓർമ്മയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഴുതുവാനും ഫലിപ്പിക്കുവാനുമുള്ള കഴിവ് അതുകൊണ്ട് രൂപപ്പെടും. അപ്പോൾ എഴുതി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. റൈറ്റിംഗ് സ്പീഡ് വർദ്ധിക്കും, റൈറ്റിംഗ് സ്കില്ല് വർദ്ധിക്കും. ഇതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. പരീക്ഷയ്ക്ക് നമ്മൾ ഏത് പേന കൊണ്ടാണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പരീക്ഷയുടെ ഒരു മാസം മുമ്പേ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കുന്ന സമയത്ത് ആ പേന കൊണ്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പേനയുടെ പേര് പറയേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന എഴുതാൻ നമുക്ക് സുഖകരമായ ഒരു പേന കണ്ടെത്തി ആ പേന കൊണ്ട് നമ്മൾ പരീക്ഷാ സമയത്ത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈകൾക്കും വിരലുകൾക്കും ഞരമ്പുകൾക്കും ഒക്കെ ഒരു പരിചയം രൂപപ്പെടും. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. അല്ലാതെ നമ്മൾ ഏതൊക്കെയോ പേനകൾ കൊണ്ട് എഴുതി പഠിച്ചു, പരീക്ഷയ്ക്ക് നമുക്ക് പുതിയൊരു പേന വാങ്ങിയിട്ടാണ് നമ്മൾ പോയത് എങ്കിൽ ആ പേനയും നമ്മുടെ കൈവിരലുകളും ഞരമ്പുകളും തമ്മിലുള്ള ഒരു പരിചയക്കുറവ് പരീക്ഷയിൽ വളരെ പ്രധാനമാണ്. അത് ബാധിക്കും, നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് ഒരു മാസം മുമ്പ് തന്നെ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന പേന കൊണ്ട് പരീക്ഷ എഴുതി പഠിച്ച് തുടങ്ങുക. അത് വളരെ പ്രധാനമാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതുകൊണ്ടുള്ള ഒരു വലിയ ഉപകാരം സമയത്തിനുള്ളിൽ എഴുതി തീർക്കാം എന്നതാണ്. പല കുട്ടികളും പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറയാറുണ്ട്, പക്ഷേ എല്ലാത്തിനെയും അറിയാമായിരുന്നു, എല്ലാത്തിനും ഉത്തരം ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല എന്ന്. കാരണം ഈ കുട്ടി സമയത്തിന് എഴുതാൻ പഠിച്ചിട്ടില്ല എന്നതാണ്. സമയത്തിൻ്റെ ഉള്ളിൽ ഉത്തരം എഴുതി പഠിക്കണം. നിങ്ങൾ ഒരു വലിയ പോയിൻ്റാണ് അടുത്തത്. നമ്മുടെ പരീക്ഷയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ടൈം മാനേജ്മെൻറ്റ് എന്നത് വളരെ പ്രധാനമാണ്. പരീക്ഷ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഭാഗത്തുള്ള മാർക്കുകൾ മുഴുവൻ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ, ആദ്യത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 4 മാർക്ക്, പിന്നെ 6 മാർക്ക്, 8 മാർക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും കൂട്ടി നോക്കിയാൽ ടോട്ടൽ എത്ര മാർക്കാണോ, ഇപ്പോൾ 80 മാർക്കാണ് എങ്കിൽ ആ പരീക്ഷ എഴുതുവാനുള്ള സമയം അതിന് നേരെ ഇരട്ടി സമയമായിരിക്കും. ടോട്ടൽ എത്ര മാർക്കാണോ അത് ആ മാർക്കിൻ്റെ ഇരട്ടിയാണ് ആ പരീക്ഷ എഴുതാനുള്ള സമയം. ഇപ്പോൾ 80 മാർക്കാണെങ്കിൽ 160 മിനിറ്റ്, 160, അതിൻ്റെ നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 160. അപ്പോൾ 160 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടി നോക്കിയാൽ 2.5 മണിക്കൂറായിരിക്കും. 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അനലൈസ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ മാഷന്മാർ ചെയ്യുന്നൊരു കാര്യം അതാണ്. ഓരോ ചോദ്യത്തിനും ഇപ്പോൾ എത്ര മാർക്കാണോ അതിൻ്റെ ഇരട്ടി സമയമാണ് അതിന് ഉത്തരം എഴുതാനുള്ള സമയം. 1 മാർക്കിൻ്റെ ചോദ്യം ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് എങ്കിൽ ആ കുട്ടി അത് 4 മിനിറ്റ് കൊണ്ട് എഴുതി തീരണം. 6 മാർക്കിൻ്റെ ചോദ്യം 12 മിനിറ്റ് കൊണ്ട് എഴുതി തീരണം. 8 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കുട്ടി തീർച്ചയായിട്ടും 16 മിനിറ്റിൻ്റെ ഉള്ളിൽ എഴുതി തീരണം. എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, മുഴുവൻ കാര്യങ്ങളും എഴുതുവാനുള്ള സമയം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളാണ് പരീക്ഷ കഴിഞ്ഞിട്ട് മുഴുവൻ എഴുതാൻ സമയം കിട്ടിയില്ല എന്ന പ്രശ്നവുമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിന് എത്ര മാർക്കാണുള്ളത് അതിന് നേരെ ഇരട്ടി സമയത്തിനുള്ളത്. ഇത് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ ചോദ്യം പഠിക്കുമ്പോഴും ഇത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്, അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നമ്മൾക്ക് അത് എഴുതി നോക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് പരീക്ഷാ ഹാളിൽ വളരെ ഉപകാരം ചെയ്യും. അതാണ് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം.
ഓരോന്നും എത്ര മാർക്കാണ് ഉള്ളത് അതിൻ്റെ നേരെ ഇരട്ടി സമയത്തിനുള്ളിൽ അത് എഴുതി പറയും. 8 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ കുട്ടി അരമണിക്കൂറും 3/4 മണിക്കൂറും സമയം എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ക്വസ്റ്റ്യൻസ് എഴുതാൻ കുട്ടിക്ക് സമയം കിട്ടില്ല. കാരണം അത് 16 മിനിറ്റിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കേണ്ട ചോദ്യമാണ്. ഇതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഇതിലെ ഈ മൈൻഡ് മാപ്പിംഗ്, അതുപോലെ തന്നെ മെമ്മറി, ഈ 80-20 പ്രിൻസിപ്പിൾ, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ ഈ ചുരുങ്ങിയ ഈ വീഡിയോ സമയത്തിൻ്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ മെമ്മറി എന്ന് വെച്ചാൽ 2 തരത്തിലാണ് നമ്മുടെ മെമ്മറി. ഒന്ന് ബ്ലോക്ക് മെമ്മറി, ഒന്ന് ചെയിൻ മെമ്മറി. പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് ചെയിൻ മെമ്മറിയാണ്. അപ്പോൾ അത് ചെയിൻ മെമ്മറി ആക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചിത്രമാക്കി നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുത്തണം. രണ്ടാമതായി, നമ്മളെ വേറെ ആരെങ്കിലും അത് പഠിപ്പിക്കുന്നത് പോലെ അത് പറഞ്ഞു നോക്കണം. ഒരു കാര്യം ഒരാളോട് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അത്രയും നമ്മുടെ തലച്ചോറിൽ ബോധമുണ്ടാകണം. അപ്പോൾ നമുക്കതിന് കൃത്യമായ രൂപമുണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ അത് ചെയ്തു നോക്കണം. രണ്ടാമത്തത് ഈ മൈൻഡ് മാപ്പിംഗ് ആണ്. പഠിപ്പിച്ചത് മുഴുവൻ ആ ചിത്രം ഉണ്ടാക്കും. നമ്മുടെ നാം പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചിത്രമായി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കാം. എങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിന്ന് അത് മുഴുവൻ എടുക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഒരു 80-20 പ്രിൻസിപ്പിൾ ഉണ്ട്. എന്ന് വെച്ചാൽ 80% ചോദ്യങ്ങൾ ചോദിക്കുന്നതും 20% പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നായിരിക്കും. അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യപേപ്പറുകൾ എടുത്തിട്ട് ഏതാണ് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി അത് മുഴുവൻ കൃത്യമായി പഠിക്കുവാൻ ശ്രമിക്കണം. നാലാമതായി ടൈം മാനേജ്മെൻറ്റാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോട്ടൽ മാർക്കുകളുടെ നേരെ ഇരട്ടി സമയമായിരിക്കും അത് എഴുതാൻ പരീക്ഷയുടെ സമയം. എന്ന് വെച്ചാൽ ഓരോ ചോദ്യത്തിനും എത്ര മാർക്കാണോ അതിൻ്റെ ഇരട്ടി സമയമാണ് ആ ചോദ്യം ഉത്തരം എഴുതുവാനുള്ള സമയം. ഇത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പരീക്ഷ വളരെ കൃത്യമായി വിജയിക്കുവാൻ സാധിക്കും. ഈ ചെറിയൊരു വീഡിയോയിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് സൂചനകളാണ് നൽകിയത്. എല്ലാവർക്കും വളരെ നല്ല ഒരു പരീക്ഷാകാലവും പരീക്ഷാ വിജയവും ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പടച്ചവൻ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.